നമസ്കാരം. ഉച്ചവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഭാരതാംബ വിവാദം മുറുകുന്നു. രാജ്ഭവനിലുള്ളത് ഇന്ത്യക്കറിയാത്ത ഏതോ സ്ത്രീയുടെ ചിത്രമെന്ന് ബിനോയ് വിശ്വം. രാജ്ഭവനെ RSS പ്രചാരണ കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ലെന്ന് മന്ത്രി ആർ ബിന്ദു. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് കെ മുരളീധരൻ. രാജ്ഭവനിലേക്ക് നടത്തിയ SFI മാർച്ചിൽ സംഘർഷം. മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച് ABVP പ്രവർത്തകർ. നിലമ്പൂരിൽ 75.27% പോളിംഗ് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ കണക്ക്. പ്രതീക്ഷയോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും. MV ഗോവിന്ദന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് M സ്വരാജ്. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത്. NDAക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന് മോഹൻ ജോർജ്. ഇറാനെതിരായ യുദ്ധത്തിൽ ആരുടെയും സഹായം വേണ്ടെന്നും ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമെന്നും ഇസ്രയേൽ. സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ്. നയതന്ത്ര ശ്രമം തുടരുമെന്ന് ട്രംപ്. സമാധാന ശ്രമങ്ങൾക്കുള്ള UN രക്ഷാസമിതി യോഗം ഇന്ന്. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷങ്ങൾ ചെലവഴിച്ച ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വോക്ക്വേയുടെ ഭാഗങ്ങളും കടലെടുക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കയറ് കെട്ടിത്തിരിച്ച്. അമൃത ന്യൂസ് പരമ്പര കണ്ണീർ കടലോരം. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് ഇന്ന് തുടക്കം. കോഹ്ലിയും രോഹിത്തും വിരമിച്ച ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പര. നായകനായി ശുഭ്മാൻ ഗില്ലിന്റെ അരങ്ങേറ്റം. മത്സരം ലീഡ്സിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതൽ. വിശദാംശങ്ങളിലേക്ക്. ഗവർണറുമായി സംഘർഷത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആർലേക്കറിനെ നയിക്കുന്നത് പൂർവാശ്രമത്തിലെ വിചാരധാരയാണോ ഭരണഘടനയാണോ എന്ന് വ്യക്തമാക്കണം. ദേശീയ ബിംബങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവർണർ മനസ്സിലാക്കണമെന്നും അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്നും ബിനോയ് വിശ്വം കോഴിക്കോട് പറഞ്ഞു. തീരുമാനിക്കാൻ നേരമായി. ഒരു ഗവർണർക്ക് വഴികാട്ടിയാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഭരണഘടനയാണ് വഴികാട്ടിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ നിരന്തരം കുത്തിപ്പൊക്കുന്ന സംഘർഷങ്ങൾക്കൊരു കാരണവുമില്ല. അതല്ല, സ്വയംസേവകൻ്റെ റോളാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതെങ്കിൽ അത് ഇന്ന് പോകുന്ന വഴിക്ക് പോകാൻ തോന്നും അദ്ദേഹത്തിന്. ഞങ്ങൾക്ക് LDFന് അതിൻ്റെ ഗവൺമെൻറ്റിന് സംഘർഷം ലക്ഷ്യമല്ല. ഗവർണർ രാജ്ഭവനെ RSS പ്രചാരണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഭരണഘടനയാണ് വന്ദിക്കേണ്ടത്. RSS ബിംബങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഇടമായി രാജ്ഭവനെ തരം താഴ്ത്തരുതെന്നും അതിനു മുന്നിൽ താണുവണങ്ങാൻ മന്ത്രിമാരെ നിർബന്ധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ഗവർണറാണെന്നും മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ RSSന്റെ സൈദ്ധാന്തികർ പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഇത് ജനാധിപത്യ ഇന്ത്യയാണ്, അതിനൊരു ഭരണഘടനയുണ്ട്. അപ്പോൾ RSSന്റെ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളും കേന്ദ്രീകരിച്ചു വയ്ക്കാനുള്ള ഇടമായിട്ട് രാജ്ഭവനെ തരം താഴ്ത്തരുത്. മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ അതിനു മുന്നിൽ താണു വണങ്ങാനായിട്ട് പ്രേരിപ്പിക്കരുത്. അതൊന്നും ജനാധിപത്യ ഇന്ത്യയിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല. ഭാരതാംബ വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയ വി ശിവൻകുട്ടിയുടെ തീരുമാനം സ്വാഗതാർഹമെന്നും മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്തു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം. ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. സംസ്ഥാന സർക്കാരിന്റെ ഏത് ചടങ്ങ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ കാവിക്കൊടി ഏന്തിയ ആ ചിത്രം പാടില്ല എന്ന് കർശനായിട്ട് പറയണം.
ഭാരതാംബയാവണമെങ്കിൽ ത്രിവർണ്ണ പതാകയാണ് പിടിക്കേണ്ടത്. അശോക സ്തംഭമുള്ള ത്രിവർണ്ണ പതാകയാണ് ഭാരതാംബയുടെ സങ്കല്പം. ഇത് RSSന്റെ പരിപാടിയിൽ ഉള്ള ചിത്രമാണ്. ഇതിനെ അമ്മയായിട്ട് ആരും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായിട്ട് കത്തയക്കണം. അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ നടത്തി പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ഉണ്ടാവുമല്ലോ. അന്നും ഈ ചിത്രം വെച്ച് ഇയാൾ കളിക്കും ഗവർണർ. BJPയുടെ ചട്ടുകമായി ഗവർണർമാർ മാറുന്നുവെന്ന് CPI നേതാവ് തോമസ് ഐസക്. മന്ത്രിസഭ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ഗവർണറുടെ ജോലി. പ്രതിപക്ഷം ആദ്യം ഗവർണർക്കെതിരെയാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്നും തോമസ് ഐസക് പറഞ്ഞു. തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ച ശേഷമാണ് ഗവർണർ പ്രോട്ടോകോൾ ലംഘനം ആരോപിക്കുന്നത്. സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ സെറ്റിൽ ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ചു. പുതിയ ഗവർണർ അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുവെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. പ്രോട്ടോകോളിനേക്കാൾക്ക് മുകളിലാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവണം. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല. അത് അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം വെച്ചുള്ളതാണ്. എവിടെ ഇന്ത്യൻ ഭരണഘടനയില കാവിക്കൊടിയുള്ളത്? ഗവർണർ മനസ്സിലാക്കേണ്ടത് ക്യാബിനറ്റ് സമ്പ്രദായത്തിൽ അദ്ദേഹമല്ല ഭരണാധികാരി, അദ്ദേഹം ഒരു ഔപചാരിക തലവൻ മാത്രമാണ്. മന്ത്രിസഭ പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കണ്ടേ? അപ്പോൾ ഇപ്പൊ അങ്ങനെയല്ല ഭാവം. ഭാരതാംബ വിവാദത്തിൽ SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച്. SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ രാജ്ഭവന്റെ ഗേറ്റിന് സമീപത്തേക്കെത്തി. അതേസമയം മന്ത്രി V. ശിവൻകുട്ടിയെ ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. തിരുവനന്തപുരത്താണ് പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. രാജ്ഭവനിലെ പരിപാടിക്കിടെ മന്ത്രി ഇറങ്ങിപ്പോയതിലും ഗവർണർക്കെതിരെ മന്ത്രി വിമർശനം ഉന്നയിച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു കരിങ്കൊടി. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഈ വർഷം 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. 11, 12 പാഠപുസ്തകങ്ങളും പുതുക്കും. ആ സമയത്ത് ഏതെല്ലാം ഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് രാജ്ഭവനുമായി ബന്ധമുണ്ടെന്നും രാജ്ഭവനിലെ ഓഫീസ് സ്റ്റാഫ് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന RSS പ്രവർത്തകനാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളോട് ഭാരതാംബെ നിങ്ങൾ പൂജിക്കണം, സ്മരിക്കണം, ഓർമ്മിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം പിൻവലിക്കേണ്ടതാണ്. അത് അദ്ദേഹം പിൻവലിക്കും. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. അദ്ദേഹം അത് പിൻവലിക്കുന്നതിന് വേണം. അല്ല, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗവർണറുടെ അധികാരങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടോ തോന്നി. അതുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം ഭരണഘടനയുടെ ഭാഗമാണല്ലോ എല്ലാം വരുന്നത്. പ്രത്യേകിച്ച് ഈ ഗവർണർമാരിലെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുമ്പോൾ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ 1 മുതൽ കുട്ടികളാണല്ലോ പഠിക്കുന്നത്. കുട്ടികൾ തെറ്റായി പഠിച്ചു പോകാൻ വേണ്ടി പാടില്ലല്ലോ, ശരിയായി തന്നെ പഠിച്ചു പോകണമല്ലോ. കുട്ടികൾക്കൊരു സംശയം ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാം. തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പ്രതീക്ഷയിലാണ് നിലമ്പൂരിൽ മുന്നണികൾ. താഴെ തലങ്ങളിൽ നിന്ന് കിട്ടിയ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വിജയം കൈപ്പിടിയിലെന്ന് UDF നേതൃത്വം പറയുന്നു. ചെറിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് ഇടതുപക്ഷവും കരുതുന്നു. നേട്ടമുണ്ടാക്കാനാകുമെന്ന് NDAയും എഴുതിത്തള്ളാനാകാത്ത ശക്തിയാകുമെന്ന് PV അൻവറും പ്രതീക്ഷിക്കുന്നു. 3 ആഴ്ചയിലേറെ പ്രകമ്പനം കൊള്ളിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ആളും ആരവവും ഒഴിഞ്ഞ് ശാന്തമാണ് നിലമ്പൂർ. പക്ഷേ മുന്നണി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും ചങ്കിടിപ്പേറുകയാണ്. കണക്കുകൂട്ടലുകൾക്കപ്പുറം അടിയൊഴുക്കുകൾ ഏതുതരത്തിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്.
പ്രാഥമിക കണക്കുകളിൽ സംതൃപ്തിയിലാണ് UDF നേതൃത്വം. UDFിൽ വിള്ളലുണ്ടാക്കാനുള്ള എതിരാളികളുടെ ശ്രമം പരാജയപ്പെടുത്തി 15,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ അണിനിരത്തി നടത്തിയ പ്രചാരണം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് LDF. കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് LDFിന് അനുകൂലമായി വോട്ടുകൾ മറിയുമെന്ന് ഇടതുപക്ഷം കരുതുന്നു. നേരിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷ സ്വരാജ് പങ്കുവയ്ക്കുന്നു. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും. മലയോര മേഖലയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായാണ് NDAയുടെ വിലയിരുത്തൽ. വളരെ നല്ല ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കാൻ പറ്റും. എല്ലാ BJP പ്രവർത്തകരും വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടായിരുന്നു. വളരെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പാർട്ടിയുടെ ഈ നയപരിപാടികൾ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിച്ചു. 75,000-ലേറെ വോട്ട് നേടി വിജയിച്ചു കയറാൻ ആകുമെന്നായിരുന്നു അൻവർ ക്യാമ്പിന്റെ അവകാശവാദം. എന്നാൽ മണ്ഡലത്തിലെ നിർണായക സാന്നിധ്യമായി അൻവർ തുടരുമെന്നാണ് അവസാന വിലയിരുത്തൽ. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ തിളക്കമാർന്ന വിജയമുണ്ടാകുമെന്നും നല്ല രാഷ്ട്രീയ മത്സരമാണ് നടന്നതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രചാരണ പരിപാടികളിൽ നിന്നും ശശി തരൂർ വിട്ടുനിന്നത് വിദേശത്തായിരുന്നതിനാലാണെന്നും ക്യാമ്പയിന്റെ സ്റ്റാർ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിലമ്പൂര് നല്ല വിജയ പ്രതീക്ഷ, തിളക്കമാർന്ന വിജയം, കംഫർട്ടബിൾ മെജോറിറ്റി, നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു. എല്ലാ ഘടകങ്ങളും വളരെ അനുകൂലമായിരുന്നു. UDFന്റെ നേതൃത്വവും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങി. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. AICCക്ക് കൊടുത്തതാണ്. അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതാണ്. അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നു എന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. UDF ഒറ്റക്കെട്ടായാണ് നിലമ്പൂരിൽ പ്രവർത്തിച്ചതെന്നും K മുരളീധരൻ വ്യക്തമാക്കി. കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിന്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ ക്ഷീണം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ UDFലുണ്ടായി. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂർ താരപ്രചാരകരുടെ പട്ടികയിലുണ്ടായിരുന്നുവെന്നും എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ പര്യടനത്തിന്റെ ഭാഗമായതിനാലാണ് ക്ഷണിക്കാതിരുന്നതെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് തരൂർ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹം ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആകെ 2 ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഇതെല്ലാമായിട്ട് പോലും താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വോക്ക്വേയുടെ ഭാഗങ്ങളുമാണ് കടലെടുക്കുന്നത്. കയറ് കെട്ടി തിരിച്ചാണ് വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്.
വിശാലമായ മണൽപ്പരപ്പോടെ സംസ്ഥാനത്തെ ബീച്ച് ടൂറിസത്തിന്റെ പ്രധാന മുഖമായിരുന്നു ശംഖുമുഖമെങ്കിൽ ആ തീരം പൂർണ്ണമായും ഇന്ന് കടലെടുത്തു കഴിഞ്ഞു. തീരത്തിന് അഭിമുഖമായി ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും ഇല്ലാതെയായി. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിന് ഏതാനും മീറ്റർ അടുത്തുവരെ തീരം കടൽ കവർന്നു കഴിഞ്ഞു. സ്വദേശീയരും തലസ്ഥാനത്തേക്കെത്തുന്ന വിദേശീയരും ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ സമയം ചെലവഴിക്കാൻ എത്തിയിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികൃതരുടെ കൺമുന്നിൽ തന്നെ ഇല്ലാതാകുന്നത്. ശംഖു ഇങ്ങനെയാണ് ഇരുന്നത് മുമ്പേ ഇല്ല, ഭയങ്കരമായിട്ട് ഇത് ശാന്തമായി കിടന്നതാണ്. ഇപ്പം വിഴിഞ്ഞ ആറുമഴ വന്നതിന് ശേഷം കടലിൻ്റെ ഇടുന്തോറും കടലിന് ബുദ്ധിമുട്ട് തന്നെ. ശംഖുമ എത്ര പോയി ഇല്ലയോ, അപ്പുറത്തെ എത്ര വീടുകൾ നശിച്ചത്, ഇതെല്ലാം ആരും ചിന്തിക്കുന്നോ? ഫുട്ബോൾ കളിച്ച സ്ഥലമാണിത്, തീരെ പോയി. ഇപ്പം മണ്ഡപത്തിന് അടുത്തുവരെ എത്തിയില്ലയോ? നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ നമുക്ക് കടപ്പുറം കാണാൻ പറ്റുമായിരുന്നു. ഇത് ആറ്റുമണൽ പോലും ഇല്ലാതെ കൊണ്ടുവന്ന് കെട്ടിയത്. അത് വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം, ഇതിലെന്തെങ്കിലും നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ എന്ന്. അതങ്ങനെ കടലിനകത്തോട്ട് ഇതുവഴിയായിരുന്നു റോഡ്. അതെല്ലാം കഴിഞ്ഞ് കടലിനകത്തോട്ട് കൊണ്ട് കെട്ടിയ കടൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇങ്ങനെ തന്നെ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്ക് അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചും കയറുക, വാവ വലിയാകുമ്പോഴേക്കും പുതിയതായിട്ട് കെട്ടണതാണ് ഇടിയണത്. വീണ്ടും അവരത് കെട്ടും, അത് ഇടിക്കും. 100 ഫുഡ് സ്ട്രീറ്റുകളുടെ നവീകരണം എന്ന സർക്കാർ പദ്ധതിയിൽ ശംഖുമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മിതികളും കടലെടുക്കുകയാണ്. കണക്കുകൾ പ്രകാരം 2020 ജനുവരി വരെ 35 മീറ്റർ ദൈർഘ്യമുണ്ടായിരുന്ന കടൽ തീരം 5 വർഷത്തിനിപ്പുറം ഇല്ലാതാകുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ശംഖുമുഖത്തെ വിശാലമായ തീരം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വാക്ക് വേയും ഇന്ന് കടലെടുക്കുകയാണ്. താമസിയാതെ ടൂറിസ്റ്റുകളും ശംഖുമുഖത്തോട് വിട പറയും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇറാന്റെ ഭരണമാറ്റമല്ല ഔദ്യോഗിക ലക്ഷ്യമെന്നും പക്ഷേ ആക്രമണത്തിന്റെ അന്തിമഫലം അതായിരിക്കുമെന്നും ഇസ്രയേൽ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രയേലിന് ആരുടെയും സഹായവും വേണ്ടെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. അതേസമയം ഇസ്രയേലിന്റെ പക്ഷത്ത് ചേരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് അമേരിക്ക 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ്. അതിനിടെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇറാനെതിരായ ആക്രമണത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ഭരണമാറ്റം കൂടി അന്തിമ ഫലമായി ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞു. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേലി ക്യാൻ പബ്ലിക് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും നീക്കം ചെയ്യാൻ ഇസ്രായേലിന് ശക്തിയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ നിരവാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ വിശദീകരണം. The president's top priority right now is ensuring that Iran cannot obtain a nuclear weapon and providing peace and stability in the Middle East. Look, Iran is in a very weak and vulnerable position because of the strikes and the attacks from Israel. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇടപെട്ടാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും റഷ്യ പറയുന്നു. സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേലി ആശുപത്രിക്ക് നേരെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം ഇതുവരെ 400 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചുവെന്നാണ് കണക്ക്. ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതർക്ക് സ്കൂളിൽ പ്രവേശനം നൽകിയതിൽ പ്രതിഷേധം ഘടിപ്പിച്ച് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ. കുറ്റാരോപിതരായ 2 പേർക്ക് പ്രവേശനം നൽകിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് MSFും KSUവും പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് സ്കൂൾ കവാടത്തിൽ പോലീസ് തടഞ്ഞു. കുറ്റാരോപിതർക്ക് പ്രവേശനം നൽകിയ നടപടി സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു. 2 ദിവസമായി സ്കൂളിന് മുന്നിൽ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ്.
ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ്. എസ്.പിയുടെ നേതൃത്വത്തിലാകും അന്വേഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. എല്ലാ വശവും വിശദമായി അന്വേഷിക്കും. കാട്ടാന ആക്രമണമല്ലെന്ന് കോട്ടയം ഡിഎഫ്ഒ അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും എസ്.പി തൊടുപുഴയിൽ പ്രതികരിച്ചു. റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. സംഭവ സ്ഥലം സന്ദർശിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാ എവിഡൻസ് മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല, അന്വേഷണ അവസ്ഥയിലാണ്. സംസ്ഥാനത്ത് കരുതുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ മഴ പെയ്തുവെന്ന് മന്ത്രി കെ രാജൻ. ഒരു മാസം പെയ്യേണ്ട മഴ ഒരു പ്രദേശത്ത് ഒറ്റയടിക്കുണ്ടാകുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ സുസജ്ജമെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. ഒരു പ്രശ്നം നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ അളവിലാണ് പെയ്യുന്നത്. ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലം പെയ്യേണ്ട മഴയുടെ അളവ് ഒറ്റയടിക്ക് ആ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമാണ്. അതനുസരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജില്ലാ ഭരണകൂടങ്ങളെ തയ്യാറാക്കിക്കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടതില്ല. ഹാജരാകാനുള്ള സമയം നീട്ടി നൽകി പോലീസ്. 14 ദിവസത്തിനുള്ളിൽ മരട് പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് സൗബിനും നിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിലാണ് കേസ്. സിനിമയ്ക്കായി പലപ്പോഴായി മുടക്കിയ 7 കോടി രൂപയോ ലാഭവിഹിതമോ തിരിച്ചു നൽകില്ലെന്നായിരുന്നു സിറാജിന്റെ പരാതി. സംസ്ഥാനം പക്ഷിപ്പനി വിമുക്തമായെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് വിജ്ഞാപനം പുറത്തുവന്നെങ്കിലും ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല. പക്ഷിപ്പനിയെ തുടർന്ന് വർഷങ്ങളായി കടത്തിലും ദുരിതത്തിലും കഴിയുന്ന കർഷകർക്ക് അതിൽ നിന്നൊരു മോചനമുണ്ടാകണമെങ്കിൽ ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനിയണം. കേന്ദ്ര വിജ്ഞാപനം വന്നതോടെ പക്ഷികളെ വളർത്തുന്നതിനും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള നിയന്ത്രണങ്ങളെല്ലാം നീങ്ങി. കഴിഞ്ഞ വർഷം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ 38 കേന്ദ്രങ്ങളിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 30ഉം ആലപ്പുഴയിലായിരുന്നു. പ്രഭവ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് കേരളത്തിൽ നിലവിൽ രോഗമില്ലെന്ന് ഉറപ്പാക്കിയത്. ഏപ്രിലിൽ ദേശാടന പക്ഷികളുടെ സീസണും അവസാനിച്ചതോടെ പെട്ടെന്ന് രോഗവ്യാപനത്തിനുള്ള സാധ്യതകളില്ലാതായി. എന്നാൽ നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞെങ്കിലും ആലപ്പുഴയിലെ താറാവ് കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല. നഷ്ടപരിഹാര തുകയിൽ കുടിശ്ശിക തുടരുന്നതാണ് കർഷകരുടെ പ്രതിസന്ധിക്ക് കാരണം. ഒരു ആശ്വാസവും ഇത് കണ്ടെത്താൻ നമുക്ക് എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനൊരു നിയന്ത്രണമോ കാര്യങ്ങളോ എല്ലാം വേണ്ടി സർക്കാർ എടുക്കണം. എടുത്തില്ലെങ്കിൽ ഇതിന് ഇൻഷുറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ വായ്പ മേടിച്ചും കടമെടുത്തും വട്ടിപ്പലിശയ്ക്ക് മേടിച്ചും എല്ലാം ചെയ്യുന്ന തൊഴിലാണിത്. അപ്പോൾ അതിന് സർക്കാർ ഇത് അംഗീകരിക്കണം. സർക്കാർ ഇതിന് ഇൻഷുർ കമ്പനി ഉണ്ടാകണം, ഇത് ഇൻഷുർ ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ താറാവ് കർഷകർക്ക് ഒരു നിയന്ത്രണമാവും. ഇപ്പം നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് താറാവ് വരുന്നുണ്ട്, മുട്ട വരുന്നുണ്ട്. ചീഞ്ഞാണേലും പഴുത്താണേലും കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് നടക്കത്തില്ലേ? ഇത്രയും ജനങ്ങൾ ഈ താറാവ് കർഷകർ എത്രയോ ആയിരക്കണക്കിന് താറാവ് കർഷകരുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് പറ്റാത്തതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇതിനൊരു നിയന്ത്രണമോ ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. കൊന്നൊടുക്കിയ പക്ഷികളുടെ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം 50% വീതം കേന്ദ്രവും സംസ്ഥാനവുമാണ് നൽകേണ്ടത്. ഇതിൽ 2 മാസത്തിലധികം വളർച്ചയുള്ളവയ്ക്ക് 200 രൂപ വീതവും അതിന് താഴെയുള്ളവയ്ക്ക് 100 രൂപ വീതവുമാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതിൽ 12% കുറച്ചാണ് നൽകിയത്. ശേഷിക്കുന്ന തുക മാർച്ചിൽ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതോടെ ലോണെടുത്തും കടം വാങ്ങിയും കൃഷി നടത്തിയ കർഷകർ ദുരിതത്തിലായി. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ പലരും കൃഷി ഉപേക്ഷിച്ച് മറ്റു ജോലികൾ തേടി. എന്നാൽ ഇപ്പോഴും ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനവധി കർഷകരും തൊഴിലാളികളും കുട്ടനാട്ടിലുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ ആശ്വാസത്തിന്റെ തിരി തെളിയണമെങ്കിൽ ഇനി അധികൃതരുടെ കനിവ് കൂടിയേ തീരൂ. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് ഇന്ന് തുടക്കം. യുവനിരയാണ് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീം. ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. 5 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയോടെ ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിന് തുടക്കമാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷമുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കാണ് ലീഡ്സിൽ തുടക്കമാകുന്നത്. സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവനിരയാണ് കളത്തിലിറങ്ങുന്നത്. സായ് സുദർശൻ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ യുവനിരയാണ് ടീമിലുള്ളത്. കോഹ്ലിയുടെ 4ാം നമ്പറിലാകും ഗിൽ ഇറങ്ങുക. പേസിനെ പിന്തുണയ്ക്കുന്ന ഇംഗ്ലണ്ടിലെ പിച്ചിൽ ഇന്ത്യൻ ടീമിൽ ഹർഷിത് റാണ ഉൾപ്പെടെ 7 പേസർമാരാണ് ഉള്ളത്. അതേസമയം ഇന്ത്യൻ ടീമിൽ സ്റ്റാർ ബാറ്റ്സ്മാൻ കരുൺ നായരുടെ പരിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്.
വിദേശ പിച്ചിൽ പരിചയസമ്പന്നരല്ലാത്ത കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് പ്ലേയിങ് 11-ൽ മാറ്റങ്ങളുമുണ്ട്. ക്രിസ് വോക്സ് ഇംഗ്ലണ്ട് നിരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജേക്കബ് ബഥേലിന് പകരക്കാരനായി ഒല്ലി പോപ്പിന് അവസരം ലഭിച്ചു. പരിക്ക് മൂലം കഴിഞ്ഞ 2 ടെസ്റ്റുകളിൽ നിന്ന് വിട്ടുനിന്ന വോക്സ് സാം കുക്കിന് പകരക്കാരനാകും. വിശ്രമത്തിലായ ഗസ് ആറ്റ്കിൻസണിന് പകരക്കാരായി ബ്രൈഡൻ കാർസും ടീമിലെത്തിയിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിന് മഴ ഭീഷണിയുണ്ട് എന്നാണ് പ്രവചനം. പിച്ച് ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുമെങ്കിലും പേസർമാർക്ക് കൂടുതൽ സ്വിംഗ് കിട്ടുവാനുള്ള സാഹചര്യമാണ് ലീഡ്സിലുള്ളത്. 18 വർഷത്തിനു മുമ്പാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയത്. 2007-ൽ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ അവസാനമായി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര നേടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.